പോയിസോൺ ബ്രാക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഐഡന്റിറ്റി പോലെയാണ്. നമ്മൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഐഡന്റിറ്റിയാണ് എന്തെന്ന് പറയുന്നത്, പോയിസോൺ ബ്രാക്കറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ പോയിസോൺ ബ്രാക്കറ്റ്സ് ഈ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നതും അതിന്റെ എക്സ്പാൻഷൻ ആണ് നമുക്കിവിടെ കാണുന്നത്. ദാറ്റ് QP, Poisson bracket QP with respect to small letter QP is equal to dou Q divided by dou Q, capital letter Q divided by small letter Q ആണ്. അതുപോലെ capital letter dou P divided by small letter dou P minus capital letter dou Q divided by dou into small letter P into dou into capital letter P divided by dou into dou of small letter Q. Okay, ഇതാണ് നമ്മുടെ പോയിസോൺ ബ്രാക്കറ്റും അതിന്റെ എക്സ്പാൻഷനും. ഒന്നുകൂടെ പറയാം, പോയിസോൺ ബ്രാക്കറ്റ് ഓഫ് ക്യാപിറ്റൽ ലെറ്റർ P QP is equal to dou Q divided by dou Q into dou P divided by dou P minus dou Q divided by dou P into dou P divided by dou Q. അപ്പോൾ ഇതില് നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ, നമുക്ക് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടാവും വിത്ത് റെസ്പെക്ട് ടു ക്യൂ വിത്ത് റെസ്പെക്ട് ടു പി. നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടാവും, അത് നമ്മൾ അതിന്റെ സബ്സ്ക്രിപ്റ്റും ആയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് വേണ്ടത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് പോയിസോൺ ബ്രാക്കറ്റ് ഓഫ് XPX with respect to XPX. Okay. Okay. ഇനി നമ്മൾ എല്ലാവരും ഒപ്പം ചെയ്തു പോവുക കേട്ടോ. നിങ്ങളൊരു നോട്ട് ബുക്കും പേനയും വെക്കുക, ഒരുമിച്ച് ചെയ്തു പോവുക, അല്ലെങ്കിൽ കൺഫ്യൂസിങ് ആയി തോന്നും. ഓക്കെ, പോയിസോൺ ബ്രാക്കറ്റ് ഓഫ് XPX with respect to XPX. നമുക്ക് ഐഡന്റിറ്റി തന്നിട്ട് XPX which is equal to, നമുക്ക് ഐഡന്റിറ്റി തന്നിട്ടുണ്ട് dou X divided by dou X dou PX divided by dou PX minus dou X divided by dou PX into dou PX divided by dou X. Okay, നമ്മൾ ഐഡന്റിറ്റി വിത്ത് റെസ്പെക്ട് ടു ഐഡന്റിറ്റി നമ്മൾ അതിനെ എക്സ്പാൻഡ് ചെയ്തു. ഇനി ഡോ എക്സ് ഡിവൈഡഡ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് എന്താ, 1 ആണ്. ഡോ എക്സ് ഡിവൈഡ് ബൈ ഡോ എക്സ് 1 ആണ്. അതുപോലെ ഡോ പി എക്സ് ഡിവൈഡഡ് ബൈ ഡോ പി എക്സ് അതും 1 ആണ്. ഓക്കെ, മൈനസ് ഡോ എക്സ് ഡിവൈഡഡ് ബൈ ഡോ പി എക്സ് എന്ന് പറയുന്നത് 0 ആണ്. ഡോ പി എക്സിനെ ഡോ പി എക്സ് വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 0 വരും. അതുപോലെ തന്നെ ഡോ പി എക്സിനെ ഡോ എക്സ് വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 0 വരും. ഓക്കെ, സോ നമുക്ക് 1 ആണ് ആൻസർ വരിക. അതായത് നമ്മളുടെ പോയിസോൺ ബ്രാക്കറ്റ് ഓഫ് XPX എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. ഇതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. ഓക്കെ, ഇതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. അതുപോലെ തന്നെ പോയിസോൺ ബ്രാക്കറ്റ് ഓഫ് PY is equal to Poisson bracket of set PZ is equal to 1. Okay, Poisson bracket of XPX equal to 1. Poisson brackets of YPY is equal to 1, and Poisson bracket of set PZ is equal to 1. Clear alle? Yes, ma'am. Okay, ഇത് നമ്മൾ പോയിസോൺ ബ്രാക്കറ്റ് എക്സ്പാൻഷൻ പഠിക്കുക, അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത് സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു കാര്യം ചെയ്ത് നോക്കാം.
ഞാൻ പറയണമെന്ന് ചെയ്ത് നോക്കുക കേട്ടോ. പോയ്സോൺ ബ്രാക്കറ്റ് ഓഫ് Px x with respect to xpx. ഇത് എന്ത് വരുന്നു എന്ന് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞേ. പോയ്സോൺ ബ്രാക്കറ്റ് ഓഫ് Px into x, Px x with respect to xpx. Dou Px divided by dou x into dou x divided by dou Px minus dou Px divided by dou Px into dou x divided by dou x. നേരത്തെ ചെയ്ത പോലെ തന്നെ ഡോ പി എക്സ് ഡിവൈഡ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് 0 ആണ്. അതുപോലെ ഡോ എക്സ് ഡിവൈഡഡ് ബൈ ഡോ പി എക്സ് എന്ന് പറയുന്നതും 0 ആണ്. മൈനസ് ഡോ പി എക്സ് ഡിവൈഡഡ് ബൈ ഡോ പി എക്സ് 1 ആണ്. ഡോ എക്സ് ഡിവൈഡഡ് ബൈ ഡോ എക്സ് 1 ആണ്. നമുക്ക് ആൻസർ എന്ത് വരും? ആൻസർ എന്ത് വരും? -1 എന്ന് വരും. ഇതും എന്താണ്? ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. പോയ്സൺ ബ്രാക്കറ്റ് ഓഫ് Px is equal to Px x equal to -1. ഇതുപോലെ തന്നെ പോയ്സോൺ ബ്രാക്കറ്റ് ഓഫ് Py of Pyy is equal to Poisson bracket of Pz z is equal to -1. Okay, നമ്മൾ നേരത്തെ കണ്ട റിസൾട്ട് xpx y py z pz ഈ മൂന്നിന്റെയും വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. നേരെ മറിച്ച് Px x Py y Pz z അതിന്റെ വാല്യൂ -1 ആണ്. ഇത് സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ് കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് വേറെ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമ്മൾ പോയ്സോൺ ബ്രാക്കറ്റ്സ് ആണ് യൂസ് ചെയ്യണതെങ്കിൽ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു ഐഡന്റിറ്റി യൂസ് ചെയ്യും. ഏത് ഓപ്പറേറ്റർ ആണെന്ന് ഓർമ്മയുണ്ടോ? കമ്മ്യൂട്ടേറ്റർ എന്ന് കേട്ടിട്ടുണ്ടോ? യെസ്, വെരി ഗുഡ്. കമ്മ്യൂട്ടേറ്റേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. സോ കമ്മ്യൂട്ടേറ്റേഴ്സിനെയും, അതായത് ക്വാണ്ടം മെക്കാനിക്സിലെ കമ്മ്യൂട്ടേറ്റേഴ്സിനെയും ക്ലാസിക്കൽ മെക്കാനിക്സിലെ പോയ്സോൺ ബ്രാക്കറ്റിനെയും കൂടി നമുക്ക് പോയ്സോൺ ബ്രാക്കറ്റ്സ് ഇൻ ക്ലാസിക്കൽ മെക്കാനിക്സിനെയും കമ്മ്യൂട്ടേറ്റേഴ്സ് ഇൻ ക്വാണ്ടം മെക്കാനിക്സിനെയും കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ആ ഐഡന്റിറ്റി ആണിത്. That Poisson brackets of classical mechanics QP is equal to 1 by IH cross 1 by IH cross into QP of QM. QM എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സിലെ കമ്മ്യൂട്ടേറ്റർ ആണെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, 1 by IH cross into QP of quantum mechanics. ഓക്കെ, ഈ ഐഡന്റിറ്റി വെച്ചിട്ട് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, XPX നമ്മൾ നേരത്തെ ചെയ്ത് തന്നെയാണ്. XPX ഇത് ക്ലാസിക്കൽ മെക്കാനിക്സിൽ XPX ആണ്, which is equal to 1 by IH cross into XPX commutator operator XPX at quantum mechanics, which is equal to quantum മെക്കാനിക്സില് XPXന്റെ വാല്യൂ എന്ന് പറയുന്നത് IH cross ആണ്. XPXന്റെ വാല്യൂ എന്ന് പറയുന്നത് IH cross ആണ്. സോ ആ IH ക്രോസിന്റെ വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ IH ക്രോസ് ഡിവൈഡഡ് ബൈ IH ക്രോസ് എന്ന് പറയുന്നത് 1 ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതായത് പോയ്സോൺ ബ്രാക്കറ്റ്സ് ഓഫ് XPX കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? 1 by IH ക്രോസ് ഓഫ് XPX ഇൻ ക്വാണ്ടം മെക്കാനിക്സ് ചെയ്താൽ മതി. സോ നമുക്ക് IH ക്രോസ് കിട്ടി. ആ IH ക്രോസ് ഡിവൈഡഡ് ബൈ IH ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടും. ഓക്കെ, ക്ലിയർ ആണോ? Yes, ma'am. ഇതുപോലെ നമ്മൾ
വേറൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. Okay. Poisson bracket of x square px square with respect to xpx. Okay, Poisson bracket of x square px square with respect to x, it is equal to divided by dou px നമുക്ക് dou x square divided by dou px എന്ന് പറയുന്നത് 0 ആണ്. അതുപോലെ തന്നെ dou px square divided by dou x 0 ആണ്. ഈ വാല്യൂയും 0 ആണ്, ഈ വാല്യൂയും 0 ആണ്. ഓക്കെ, dou x square divided by dou x എന്നുള്ളത് എന്ത് കിട്ടും? 2x എന്ന് കിട്ടും. ഓക്കെ, dou px square divided by dou px എന്നുള്ളത് എന്ത് കിട്ടും? 2px എന്ന് കിട്ടും, which is equal to 4x px. ഇതാണ് നമ്മളുടെ ഫൈനൽ ആൻസർ വരിക. ഓക്കെ, Poisson bracket of x square px square, the Poisson bracket of x square px square എന്ന് പറയുന്നത് 4x px ആണ്. ഓക്കെ, Poisson bracket of x square px square എന്ന് പറയുന്നത് 4x px ആണ്. ഈ പ്രോബ്ലം സംശയമില്ലല്ലോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, നമുക്ക് മറ്റൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. Poisson bracket of x square px. Poisson bracket of x square px കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇനി ഫുൾ ആയിട്ട് നമുക്ക് ഐഡന്റിറ്റി എഴുതേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. dou x square divided by dou x into dou px divided by dou px minus dou x square divided by dou px into dou px divided by dou x. Okay, നമുക്ക് ആൻസർ കിട്ടുന്നത് 2x into 1 ആണ്, into 1 minus 0, which is equal to 2x ആണ്. ഇതില് നമുക്ക് മറ്റൊരു രീതിയിൽ ഇത് ചെയ്യാം. dou x square px, നമുക്ക് ഇതില് അറിയുന്ന വാല്യൂ എന്ന് പറയുന്നത് x px ന്റെ വാല്യൂ നമുക്കറിയാം. x px ന്റെ വാല്യൂ 1 ആണ്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതിൽ x സ്ക്വയർ എന്നുള്ള വാല്യൂ ആണ് ഉള്ളത്. ഓക്കെ, x സ്ക്വയറിന്റെ വാല്യൂ ഉണ്ടെങ്കിൽ നമ്മൾ ആ x സ്ക്വയറിന്റെ എന്ത് ചെയ്യുക? ഡെറിവേറ്റീവ് എടുക്കുക. x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 2x വരും. ആൻഡ് Poisson ബ്രാക്കറ്റ് x px, ആരാണോ അബ്നോർമൽ ആയിട്ടുള്ളത് അയാളുടെ ഡെറിവേറ്റീവ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? Poisson ബ്രാക്കറ്റ്സ് നമുക്ക് അറിയുന്ന ഐഡന്റിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, which is equal to 2x എന്ന് നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് തന്നിരിക്കുന്നതിൽ നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അബ്നോർമൽ ആയിട്ട് ആരാണോ ഉള്ളത് എന്നുള്ളത് നോക്കുക, അവരുടെ ഡെറിവേറ്റീവ് എടുക്കുക, എന്നിട്ട് x px കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, which is 1 and is equal to 2x എന്ന് നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ ആണോ?
Yes, ma'am. ഓക്കെ, എന്നാ മറ്റൊന്ന് തരാം. എക്സ് പി എക്സ് സ്ക്വയർ ഇതെന്ത് വരുന്നെന്ന് പറഞ്ഞേ. ഈക്വൽ ടു ആൻസർ മാത്രം പറഞ്ഞാൽ മതി. 2px. 2px. വെരി ഗുഡ്. 2px ആണ് നമുക്ക്, പി എക്സ് സ്ക്വയർ ആണ് നമുക്ക് ഇവിടെ അബ്നോർമൽ ആയിട്ടുള്ളത്. സോ നമ്മൾ അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക, 2px കിട്ടും. എന്നിട്ട് നമുക്ക് നോർമൽ ആയിട്ടുള്ള ഐഡന്റിറ്റി എഴുതാം, ഓപ്പറേറ്റർ എഴുതാം, xpx which is equal to 2px. ഓക്കെ, ഇത്രയാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ് വരുന്നത്. ഇനി നമുക്ക് ഫർദർ പ്രോബ്ലംസ് ചെയ്യാം ട്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓക്കെ, ഇനി നമ്മള് ക്ലാസിക്കൽ മെക്കാനിക്സിലെ പോയ്സോൺ ബ്രാക്കറ്റ്സ് വെച്ചിട്ട് ഇക്വേഷൻസ് ഓഫ് മോഷൻ എഴുതാൻ പോവാം. ഇക്വേഷൻസ് ഓഫ് മോഷൻ എഴുതാനായിട്ട് നമുക്ക് df divided by dt is equal to Poisson brackets of fh plus dou f divided by dou t എന്നുള്ളതാണ് ഇവിടുത്തെ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് df divided by dt is equal to fh, കമ്മ്യൂട്ടേറ്റർ നോട്ട് കമ്മ്യൂട്ടേറ്റർ അല്ല, പോയ്സോൺ ബ്രാക്കറ്റ് ഓഫ് fh plus dou f divided by dou t. ഇതില് എഫ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ഓഫ് മോഷൻ ആണെന്ന് വിചാരിക്കാം. എന്താണ്? എഫ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഓഫ് മോഷൻ ആണ്. അങ്ങനെയെങ്കിൽ ഡി എഫ് ഡിവൈഡഡ് ബൈ ഡി ടി എന്ത് വരും? 0 വരും. കോൺസ്റ്റന്റ് ഓഫ് മോഷൻ എഫ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡി എഫ് ഡിവൈഡഡ് ബൈ ഡി ടി 0 വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? എഫ് എച്ച് ഈസ് ഈക്വൽ ടു പോയ്സോൺ ബ്രാക്കറ്റ് ഓഫ് എഫ് എച്ച് എന്ന് പറയുന്നത് മൈനസ് ഡോ എഫ് ഡിവൈഡഡ് ബൈ ഡോ ടി ആണ്. ഓക്കെ, അതായത് പോയ്സോൺ ബ്രാക്കറ്റ് ഓഫ് എഫ് എച്ച് എന്ന് പറയുന്നത് ഡോ മൈനസ് ഡോ എഫ് ഡിവൈഡഡ് ബൈ ഡോ ടി ആയിരിക്കും. എപ്പോൾ എഫ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഓഫ് മോഷൻ ആവുമ്പോൾ, എഫ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഓഫ് മോഷൻ ആവുമ്പോൾ ഡി എഫ് ഡിവൈഡഡ് ബൈ ഡി ടി എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ പോയ്സോൺ ബ്രാക്കറ്റ് ഓഫ് എഫ് എച്ച് എന്ന് പറയുന്നത് മൈനസ് ഡോ എഫ് ഡിവൈഡഡ് ബൈ ഡോ ടി ആയിരിക്കും. ക്ലിയർ അല്ലേ? Clear ആണ് മാം. df divided by dt is equal to Poisson bracket of fh plus dou f divided by dou t. F is said to be the constant of motion if fh is equal to minus dou f divided by dou t. With respect to t, അത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് എന്ത് സംഭവിക്കും? dou f divided by dou t എന്ന് പറയുന്നത് 0 ആവും, which is equal to Poisson bracket എന്ന് പറയുന്നത് പോയ്സോൺ ബ്രാക്കറ്റ് എന്ന് പറയുന്നത് 0 ആയിട്ട് മാറണം. ഇനി കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ. The transformation of one coordinate system to another coordinate system is called a canonical transformation. ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് 2 കോർഡിനേറ്റ്സ് ഉണ്ട്. ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് 2 കോർഡിനേറ്റ്സ് ഉണ്ട്. ആ 2 കോർഡിനേറ്റ് സിസ്റ്റത്തിനെയും കൂടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എക്സ് വൈ ആക്സിസ് ഉണ്ട്, ആർ തീറ്റ ആക്സിസ് ഉണ്ട്. ഒന്ന് കാർട്ടീഷ്യൻ കോർഡിനേറ്റും ഒന്ന് പ്ലെയിൻ പോളാർ കോർഡിനേറ്റും ആണ്. ഓക്കെ, ഇതില് ഒന്നിൽ ഡി എ എന്ന് പറയുന്നത് ഡി എക്സ് ഡി വൈ ആണ്, മറ്റേതിൽ ഡി എ ഡാഷ് എന്ന് പറയുന്നത് ഡി ആർ ഡി തീറ്റ ആണ്. ഡി ആർ ഡി തീറ്റ ആണ്. ഓക്കെ, അപ്പോ ഈ ഒരു കോർഡിനേറ്റിൽ നിന്നും മറ്റൊരു കോർഡിനേറ്റിലേക്ക് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന സമയത്ത് ഈ നടക്കുന്ന ട്രാൻസ്ഫോർമേഷൻ നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ. അപ്പൊ ഒരാളിനെ മറ്റൊരാളിലേക്ക് മാറ്റുമ്പോൾ അവിടെ എന്ത് വേണം? ഒരു ഐഡന്റിറ്റി ഇല്ലെങ്കിൽ ഒരു ഓപ്പറേറ്റർ എന്ത് ചെയ്യണം? ആക്ട് ചെയ്യണം. അതായത് ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റം ആയിട്ട് മാറുകയാണ്, ട്രാൻസ്ഫോർമേഷൻ നടക്കുകയാണ്. ആ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇവിടെ ഒരു ഓപ്പറേറ്റർ ആക്ട് ചെയ്താൽ മാത്രമാണ് എന്ത് ചെയ്യുക? അത്തരത്തിലൊരു ട്രാൻസ്ഫോർമേഷൻ നടക്കുക. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ.
ട്രാൻസ്ഫോർമേഷൻ ഓഫ് വൺ കോർഡിനേറ്റ് സിസ്റ്റം ടു അനദർ കോർഡിനേറ്റ് സിസ്റ്റം. ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ നമ്മൾ പറയുന്നതാണ് കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് ആരെന്ന് പറയുന്നത്? ജക്കോബിയൻ. ഓക്കെ, ജക്കോബിയൻ. ഡി എ ഡാഷ് ഇത് ഫസ്റ്റ് സിസ്റ്റത്തിൽ സെക്കൻഡ് സിസ്റ്റത്തിലുള്ളതാണ്. ഡി എ എന്ന് പറയുന്നത് ഫസ്റ്റ് സിസ്റ്റത്തിലുള്ളതാണ്. ഫസ്റ്റ് സിസ്റ്റത്തിലുള്ള ആള് ഒരു ഓപ്പറേറ്റർ വന്ന് ആക്ട് ചെയ്യുന്ന സമയത്ത് എന്താവും? ഒരു സെക്കൻഡ് സിസ്റ്റത്തിലുള്ള ആളായിട്ട് ട്രാൻസ്ഫോർം ചെയ്ത് മാറുകയാണ്. അപ്പൊ ഈ ട്രാൻസ്ഫോർമേഷൻ നടക്കാൻ വേണ്ടി ഇവിടെ ആക്ട് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് ആരെന്ന് പറയണത്? ജെ അല്ലെങ്കിൽ ജക്കോബിയൻ എന്ന് പറയണത്. ഇനി if the transformation is canonical, then ഒരു ട്രാൻസ്ഫോർമേഷൻ കാനോണിക്കൽ ആണെങ്കിൽ ജെ എന്നുള്ള വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. ഒരു ട്രാൻസ്ഫോർമേഷൻ കാനോണിക്കൽ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ജെയുടെ വാല്യൂ, ജക്കോബിയന്റെ വാല്യൂ 1 ആയിരിക്കണം. ആൻഡ് ദ പോയ്സോൺ ബ്രാക്കറ്റ് QP is equal to 1 ആയിരിക്കണം. പോയ്സോൺ ബ്രാക്കറ്റ് QP is equal to 1 ആവും. അതുപോലെ തന്നെ ജെ എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്ന ഓപ്പറേഷന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുക? ആ ട്രാൻസ്ഫോർമേഷൻ കാനോണിക്കൽ ആണെന്ന് നമ്മളോട് പറയാം. ഓക്കെ, ഇപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒരു ഐഡന്റിറ്റി തന്നിട്ടുണ്ട്, അവരുടെ തമ്മിലുള്ള ട്രാൻസ്ഫോർമേഷൻ കാനോണിക്കൽ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? അവിടുത്തെ പോയ്സോൺ ബ്രാക്കറ്റ് കണ്ടുപിടിക്കുക. അത് കറസ്പോണ്ടിങ് ടു 1 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ ട്രാൻസ്ഫോർമേഷൻ കാനോണിക്കൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, നമുക്കുള്ള ട്രാൻസ്ഫോർമേഷൻ കാനോണിക്കൽ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ ഒരു ഐഡന്റിറ്റി വേണം, ഒരു ഓപ്പറേറ്റർ വേണം. ജക്കോബിയൻ ഓപ്പറേറ്റർ ഈക്വൽ ടു 1 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ട്രാൻസ്ഫോർമേഷൻ കാനോണിക്കൽ ആണെന്ന് പറയാം. അതുപോലെ QP എന്ന് പറയുന്ന നമ്മളുടെ പോയ്സോൺ ബ്രാക്കറ്റ് വാല്യൂ ഈക്വൽ ടു 1 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ വാല്യൂ, ആ QP എന്ന് പറയുന്ന ഓപ്പറേറ്ററിന്റെ QP എന്ന് പറയുന്ന പോയ്സോൺ ബ്രാക്കറ്റ് 1 ആണെങ്കിൽ നമുക്ക് ആ ട്രാൻസ്ഫോർമേഷൻ കാനോണിക്കൽ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. നമുക്ക് QP രണ്ട് വാല്യൂ തന്നിട്ടുണ്ട്. QP രണ്ട് വാല്യൂ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ പോയ്സോൺ ബ്രാക്കറ്റ് ക്യാപിറ്റൽ QP കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഇതിലൂടെ സ്മോൾ ലെറ്റർ P ആണ്. Q is equal to P inverse P. ഇത് ക്യാപിറ്റൽ ലെറ്റർ P ആണ് കേട്ടോ. ഞാൻ ഇവിടെ താഴെ ഒരു ലൈൻ എടുക്കുന്നത്. which is equal to സ്മോൾ ലെറ്റർ Q സ്മോൾ ലെറ്റർ P സ്ക്വയർ. നമുക്ക് എന്ത് ചെയ്യണം? പോയ്സോൺ ബ്രാക്കറ്റ് ഓഫ് QP കണ്ടുപിടിക്കണം. which is equal to dou Q divided by, നമുക്ക് ഐഡന്റിറ്റി ഉണ്ട്, dou Q divided by dou Q into dou P divided by dou P minus dou Q divided by dou P into dou P divided by dou Q, which is equal to dou Q divided by dou P. Dou P inverse divided by dou Q. Dou P യുടെ സ്ഥാനത്ത് എന്ത് ചെയ്യാം? dou Q P square divided by dou P minus dou capital letter P, dou P inverse divided by dou P into dou P എന്ന് പറയുമ്പോൾ dou Q P square divided by dou Q. P inverse dou P inverse divided by dou Q എന്ന് പറയുന്നത് 0 ആണ്. 0 into dou Q P square divided by dou P എന്ന് പറയുന്നത് 2P Q ആണ്. മൈനസ്
ഡോ പി ഇൻവേഴ്സ് ഡിവൈഡഡ് ബൈ ഡോ പി. പി ഇൻവേഴ്സിനെ നമ്മൾ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം? പി റേസ് ടു മൈനസ് ടു മൈനസ് പി റേസ് ടു മൈനസ് ടു മൈനസ് പി റേസ് ടു മൈനസ് ടു ഇൻറ്റു ക്യൂ ഇൻറ്റു പി സ്ക്വയർ. ക്യൂ വിത്ത് റെസ്പെക്ട് ചെയ്യുന്ന സമയത്ത് വീണ്ടും പി സ്ക്വയർ തന്നെ വന്നു. ഇറ്റ് ഈസ് ഈക്വൽ ടു, ഈ ടേം ഇല്ല, ക്യാൻസൽ ഔട്ട് ചെയ്ത് പോയി, 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ മൈനസും മൈനസും പ്ലസ് ആണ്. പി റേസ് ടു മൈനസ് ടു ഇൻറ്റു പി സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്? പി സ്ക്വയർ. പി സ്ക്വയർ ഡിവൈഡ് ബൈ പി സ്ക്വയർ ആണ് ആൻസർ. 1 ആണ് നമുക്ക് കിട്ടുക. സോ ദ കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ ക്യൂ പി ഇസ് ഈക്വൽ ടു 1. അപ്പൊ ആ ട്രാൻസ്ഫോർമേഷൻ എന്താണ്? കാനോണിക്കൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനെയാണ് നമുക്ക് പോയ്സൺ ബ്രാക്കറ്റിലെ ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ്. ഓക്കെ, ക്യൂ ഇസ് ഈക്വൽ ടു പി ഇൻവേഴ്സ്, പി ഇസ് ഈക്വൽ ടു ക്യൂ പി സ്ക്വയർ. അവർ എന്ത് ചെയ്യുക? നമ്മൾ ഐഡന്റിറ്റി അപ്ലൈ ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഫൈനൽ ആൻസർ കണ്ടുപിടിക്കുക. നമുക്ക് എത്രയാണോ കിട്ടുന്നത് ആ വാല്യൂ നമ്മൾ എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ പോയ്സൺ ബ്രാക്കറ്റ് ഓഫ് ക്യൂ പി എന്ന് പറയുന്നത് 1 ആണെങ്കിൽ ആ ട്രാൻസ്ഫോർമേഷൻ കാനോണിക്കൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാനോണിക്കൽ ആണോ എന്ന് കണ്ടുപിടിക്കാൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് മാം. ഓക്കെ, അടുത്ത പ്രോബ്ലം ചെയ്യാം. L equal to half m L square theta dot square minus mgl into 1 minus cos theta. Okay, mgl into 1 minus cos theta. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് പോയ്സൺ ബ്രാക്കറ്റ് ഓഫ് തീറ്റ തീറ്റ ഡോട്ട് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് തീറ്റ ഡോട്ട് കണ്ടുപിടിക്കണം. നമുക്ക് ഈ പോയ്സൺ ബ്രാക്കറ്റിനകത്ത് തീറ്റ ഡോട്ട് വന്നു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. സോ നമുക്ക് തീറ്റ ഡോട്ടിനെ എന്ത് ചെയ്യണം? മാറ്റി എഴുതണം. നമുക്ക് ഹാമിൽട്ടൺ തന്നിട്ടുണ്ട്, ഹാമിൽട്ടോണിയൻ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് തീറ്റ ഡോട്ട് മാറ്റി എഴുതേണ്ടത്. നമുക്ക് ലഗ്രാഞ്ചിയൻ തന്നിട്ടുണ്ട്. ഓക്കെ, ലഗ്രാഞ്ചിയൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അതിനെ ഹാമിൽട്ടോണിയൻ കണ്ടുപിടിക്കണം. ഇതിന്റെ ഹാമിൽട്ടോണിയൻ എങ്ങനെ കണ്ടുപിടിക്കുക? H is equal to, നമുക്ക് തന്നിരിക്കുന്ന കൈനറ്റിക് എനർജി ടേം നോക്കുക. അതിലെ വെലോസിറ്റീസിനെ നമ്മൾ എന്ത് ചെയ്യുക? പി തീറ്റ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2ml സ്ക്വയർ. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞാണ്, സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ കണ്ടു നോക്കുക കേട്ടോ. പി തീറ്റ സ്ക്വയർ ഡിവൈഡ് ബൈ 2ml സ്ക്വയർ പ്ലസ് mgl ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. ഇതാണ് നമ്മളുടെ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത്. ഈ ഹാമിൽട്ടോണിയൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തീറ്റ ഡോട്ട് കണ്ടുപിടിച്ചൂടെ? തീറ്റ ഡോട്ട് ഈസ് ഈക്വൽ ടു ഡോ എച്ച് ഡിവൈഡഡ് ബൈ ഡോ പി തീറ്റയാണ് നമ്മളുടെ തീറ്റ ഡോട്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത്. സോ നമുക്ക് സെക്കൻഡ് ടേം നെഗ്ലക്ട് ചെയ്യാം, അതിൽ പി തീറ്റയുടെ ടേംസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ. അപ്പൊ ഫസ്റ്റ് ടേമിൽ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2p തീറ്റ ഡിവൈഡഡ് ബൈ 2ml സ്ക്വയർ which is equal to p theta divided by ml square ആണ് നമുക്ക് തീറ്റ ഡോട്ടിന്റെ വാല്യൂ വരുന്നത്. ഇനി ഈ തീറ്റ ഡോട്ടിന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ തീറ്റ ഡോട്ട് ഈസ് ഈക്വൽ ടു തീറ്റ p theta divided by ml square. തീറ്റ പി തീറ്റ ആണെങ്കിൽ നമുക്ക് അറിയാമായിരുന്നു, പക്ഷെ നമുക്ക് ഡിവൈഡ് ബൈ ml സ്ക്വയർ അബ്നോർമൽ ആയിട്ട് വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? പോയ്സൺ ബ്രാക്കറ്റിന്റെ പുറത്തേക്ക് എടുക്കുക. കോൺസ്റ്റന്റ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പുറത്തേക്ക് എടുക്കണം. ml സ്ക്വയർ 1 by ml സ്ക്വയർ ഇൻറ്റു പോയ്സൺ ബ്രാക്കറ്റ് ഓഫ്
തീറ്റ പി തീറ്റ. തീറ്റ പി തീറ്റ ഈസ് ഈക്വൽ ടു 1 ആണ്. സോ നമുക്ക് 1/m L² into 1 which is equal to 1/mL². ഇതാണ് നമ്മളുടെ പോയ്സോൺ ബ്രാക്കറ്റ് ഫോർ തീറ്റ തീറ്റ ഡോട്ട് എന്ന് പറയുന്നത്. നമുക്ക് തന്നിരിക്കുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ സിമ്പിൾ പെൻഡുലത്തിന്റെ ലഗ്രാഞ്ചിയൻ ആണ്. ഹാഫ് mL² തീറ്റ ഡോട്ട് സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ മൈനസ് mgl into 1 മൈനസ് കോസ് തീറ്റ. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് തീറ്റ തീറ്റ ഡോട്ട് ആണ്. ഓക്കെ, സോ തീറ്റ ഡോട്ടിനെ നമുക്ക് ഡയറക്റ്റ് പോയ്സോൺ ബ്രാക്കറ്റിൽ ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ അതിനെ എന്ത് ചെയ്യണം, പി തീറ്റയുടെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ നമ്മൾ എല്ലിൽ നിന്നും എന്ത് ചെയ്തു, ലഗ്രാഞ്ചിയനിൽ നിന്നും ഫസ്റ്റ് ഹാമിൽട്ടോണിയൻ കണ്ടുപിടിച്ചു. H is equal to P theta square divided by 2mL square plus mgl into 1 minus cos theta. ഹാമിൽട്ടോണിയൻ കണ്ടുപിടിക്കാൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ പോയി ചെക്ക് ചെയ്യാം കേട്ടോ. ഇനി തീറ്റ ഡോട്ട് എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാം, തീറ്റ ഡോട്ട് ഈസ് ഈക്വൽ ടു ഡോ എച്ച് ഡിവൈഡഡ് ബൈ ഡോ പി തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു ഡോ പി തീറ്റ ഡിവൈഡഡ് ബൈ 2mL² which is equal to P theta divided by mL². 2ഉം ക്യാൻസൽ ചെയ്ത് പോയി P theta divided by mL² വന്നു. ഇത് നമുക്ക് പോയ്സോൺ ബ്രാക്കറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. തീറ്റ തീറ്റ ഡോട്ട് എന്ന് പറയുന്നത് തീറ്റ P theta divided by mL² ആണ്, which is equal to 1/mL². നമുക്ക് പുറത്തേക്ക് എടുക്കാം, കോൺസ്റ്റന്റ് ആയിട്ടുള്ള ടേംസിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. പോയ്സോൺ ബ്രാക്കറ്റ് തീറ്റ പി തീറ്റ which is equal to തീറ്റ പി തീറ്റയുടെ വാല്യൂ നമുക്ക് അറിയാം 1 ആണ്. സോ which is equal to 1/mL² into 1 which is equal to 1/mL². ഇതാണ് നമുക്കുള്ള ലഗ്രാഞ്ചിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. ഓക്കെ, ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. ഓക്കെ, നമുക്ക് തന്നിട്ടുണ്ട് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ലഗ്രാഞ്ചിയൻ നമുക്ക് തന്നിട്ടുണ്ട്. ഹാഫ് mL² തീറ്റ ഡോട്ട് സ്ക്വയർ മൈനസ് mgl into 1 മൈനസ് കോസ് തീറ്റ. നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് പി തീറ്റ ഡോട്ട് ആണ്. ഓക്കെ, പി തീറ്റ ഡോട്ട് ആണ്. സോ അഗൈൻ പി തീറ്റ ഡോട്ടിനെ നമുക്ക് ഡയറക്ട്ലി ആ ഓപ്പറേറ്ററിനകത്തേക്ക് നമുക്ക് പോയ്സോൺ ബ്രാക്കറ്റിനകത്തേക്ക് ഇടാൻ പറ്റില്ല. സോ നമ്മൾ അതിനെ എന്ത് ചെയ്യണം, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തീറ്റ ഫോമിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്, ലഗ്രാഞ്ചിയനിൽ നിന്ന് ഹാമിൽട്ടോണിയൻ കണ്ടുപിടിക്കാം. H is equal to P theta square divided by 2mL² plus mgl into 1 minus cos theta. ഓക്കെ, ഇനി നമുക്ക് പി തീറ്റ ഡോട്ട് കണ്ടുപിടിക്കണം. പി തീറ്റ ഡോട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കുള്ള ഐഡന്റിറ്റി, നമുക്കുള്ള ഹാമിൽട്ടൺസ് ഇക്വേഷൻസ് ഓഫ് മോഷൻ യൂസ് ചെയ്ത് നമുക്ക് പി തീറ്റ ഡോട്ട് കണ്ടുപിടിക്കാം. ഡോ എച്ച് ഡിവൈഡഡ് ബൈ ഡോ തീറ്റ. പി തീറ്റ ഡോട്ട് ഈസ് ഈക്വൽ ഡോ എച്ച് ഡിവൈഡഡ് ബൈ ഡോ തീറ്റ. തീറ്റയെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഹാമിൽട്ടോണിനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. യെസ് മൈനസ് ഉണ്ട്. പി തീറ്റ ഡോട്ട് വരുന്ന സമയത്ത് മൈനസ് ഉണ്ട്. Minus dou h divided by dou theta which is equal to minus dou h divided by dou theta എന്ന് വരുന്ന സമയത്ത് mgl 1 minus cos theta. 1 minus cos theta യുടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, sin theta. ഓക്കെ, sin theta എന്ന് കിട്ടും. ഓക്കെ, നമുക്കപ്പോൾ ഫൈനൽ ഇക്വേഷൻ പി തീറ്റ ഡോട്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് mgl sin തീറ്റ ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം, പോയ്സോൺ ബ്രാക്കറ്റ് ഓഫ് പി തീറ്റ ഡോട്ട് കണ്ടുപിടിക്കാം. പി തീറ്റ ഡോട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പി തീറ്റ അതുപോലെ തന്നെ ഇടാം, മൈനസ് mgl into
sin theta. mgl into minus p theta in comma minus mgl sin theta. നമുക്ക് ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ടേം മൈനസ് എം ജി എൽ ആണ്. ഓക്കെ, മൈനസ് എം ജി എൽ നമ്മൾ പുറത്തേക്ക് എടുക്കുക. എം ജി എൽ പുറത്തേക്ക് എടുക്കുക. പി തീറ്റ സൈൻ തീറ്റ. ഓക്കെ, നമുക്ക് തീറ്റയാണ് വേണ്ടത്, പക്ഷെ ഇവിടെ ഉള്ളത് ആരാ? സൈൻ തീറ്റയാണ്. സോ അവരൊരു അബ്നോർമാലിറ്റി ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ആ സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് എടുക്കണം. സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് എന്ത് വരും? cos theta. യെസ്, cos theta. mgl into cos theta Poisson bracket p theta theta. Poisson bracket of theta p theta ആയിരുന്നെങ്കിൽ അത് 1 ആയിരുന്നേനെ. പക്ഷെ ഇവിടെ p theta theta ആയതുകൊണ്ട് നമുക്ക് -1 ആണ് വരിക ആൻസർ. സോ mgl minus mgl cos theta into -1 which is equal to mgl cos theta. നമുക്ക് Poisson bracket of p theta p theta dot എന്ന് പറയുന്നത് mgl cos theta ആണ് നമുക്ക് ആൻസർ വരാം. ഓക്കെ, ക്ലിയർ ആണോ? നമുക്ക് ഒരു ലഗ്രാഞ്ച് തന്നിട്ടുണ്ട്. ഹാഫ് ml² തീറ്റ ഡോട്ട് സ്ക്വയർ മൈനസ് mgl into 1 മൈനസ് കോസ് തീറ്റ. p തീറ്റ ഡോട്ട് ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ലഗ്രാഞ്ചിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഹാമിൽട്ടോണിയൻ കണ്ടുപിടിക്കണം. ഹാമിൽട്ടോണിയൻ നമ്മൾ കണ്ടുപിടിച്ചു ശേഷം ഹാമിൽട്ടൺസ് ഇക്വേഷൻസ് ഓഫ് മോഷൻ യൂസ് ചെയ്തിട്ട് p തീറ്റ ഡോട്ട് കണ്ടുപിടിക്കാം. p തീറ്റ ഡോട്ട് കണ്ടുപിടിച്ച ശേഷം അതിനെ തീറ്റയുടെ ഫോമിലേക്ക് മാറ്റി നമ്മൾ ഓപ്പറേറ്ററിനകത്ത് പോയ്സൺ ബ്രാക്കറ്റിനകത്തേക്ക് ഇട്ടു. അതിൽ നിന്നുള്ള അബ്നോർമാലിറ്റീസിനെയൊക്കെ മാറ്റുകയാണ്. സോ mgl കോൺസ്റ്റന്റ് ആണ്, മൈനസ് mgl നമ്മൾ പുറത്തേക്ക് എടുത്തു. സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് എടുത്ത് നമ്മൾ പുറത്തേക്ക് ഇട്ടു, തീറ്റ മാത്രമാക്കി. സോ p തീറ്റ തീറ്റ എന്ന് പറയുന്നത് -1 ആണ്. അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ mgl cos തീറ്റ വരും. ഓക്കെ, ഇന്നപ്പോ നമ്മൾ പോയ്സൺ ബ്രാക്കറ്റിലെ ഐഡന്റിറ്റി എന്താണെന്ന് പറഞ്ഞു. പോയ്സൺ ബ്രാക്കറ്റിന്റെ ഐഡന്റിറ്റി എന്താണെന്ന് പറഞ്ഞു. അതുപോലെ ജനറൽ ആയിട്ട് പോയ്സൺ ബ്രാക്കറ്റിന്റെ ഇക്വേഷൻസും, അതുപോലെ xpx, ypx, zpx വാല്യൂ, അതുപോലെ തന്നെ പോയ്സൺ ബ്രാക്കറ്റും അതുപോലെ തന്നെ ക്വാണ്ടം മെക്കാനിക്സിലെ കമ്മ്യൂട്ടേറ്ററും തമ്മിലുള്ള റിലേഷനും പറഞ്ഞു. ഇക്വേഷൻസ് ഓഫ് മോഷൻ, അത് കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ ആവുന്ന സമയത്ത് ജക്കോബിയൻ ഐഡന്റിറ്റി എങ്ങനെയാണ് വരിക? നമ്മൾ പോയ്സൺ ബ്രാക്കറ്റിന്റെ വാല്യൂ 1 ആവുന്ന സമയത്ത് നമ്മളുടെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് കാനോണിക്കൽ ആണ്, ട്രാൻസ്ഫോർമേഷൻ കാനോണിക്കൽ ആണ് എന്ന് പറഞ്ഞു. അതുപോലെ 2 പ്രോബ്ലംസും ചെയ്തു. അപ്പൊ ക്ലിയർ അല്ലേ നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, Okay, ma'am. ഓക്കെ, താങ്ക് യു. Thank you, ma'am.